السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ 5 തൂണുകളിൽ ഒരു തൂണായ നിസ്കാരം, അതിൻ്റെ പ്രധാനപ്പെട്ട, അതിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ കിതാബിൻ്റെ ഉള്ളടക്കം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എണ്ണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക. രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കുക. മൂന്നാമത്തേത് അത്തമീസു, വകതിരിവുണ്ടായിരിക്കുക. നാലാമത്തേത് റഫഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. ഈ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ വുളൂഉമായി ബന്ധപ്പെട്ട 4ഓളം മസ്അലകൾ ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദർസിൽ നമ്മളത് ചുരുങ്ങിയ രൂപത്തിൽ വായിച്ചിരുന്നു. വുളൂഇൻ്റെ ഷർത്തുകളാണ് ഷെയ്ഖ് ആദ്യം സൂചിപ്പിച്ചത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറയുന്നതിനിടെ ഷെയ്ഖ് റഹിമഹുല്ലാ ഒരു ഫായിദ എന്ന നിലക്ക് വുളൂഉമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. ഷെയ്ഖ് പറഞ്ഞു, വശുറൂതുഹു 10. വുളൂഇൻ്റെ ഷർത്തുകൾ 10 എണ്ണമാകുന്നു. അൽ ഇസ്ലാമു വൽ അഖ്ലു വത്തമീസു. ഇത് 3ഉം നമുക്ക് പരിചയമുള്ളതാണ്. കഴിഞ്ഞ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഉള്ള അതേ കാര്യം തന്നെയാണ്. അൽ ഇസ്ലാം എന്നാൽ മുസ്ലിം ആയിരിക്കുക, വൽ അഖ്ലു ബുദ്ധി ഉണ്ടായിരിക്കുക, വത്തമീസു വകതിരിവുണ്ടായിരിക്കുക. നാലാമത്തേത് വന്നിയ്യതു, നിയ്യത്ത് വേണം. 5 വസ്തിസ്ഹാബു ഹുക്മിഹ ബിഅല്ലാ യൻവിയ ഖത്അഹ ഹത്താ തതിമ്മ തഹാറതുഹു. നിയ്യത്ത് ചെയ്യുന്നതോടൊപ്പം വുളൂ അവസാനിക്കുന്നതുവരെ വുളൂഇൻ്റെ നിയ്യത്ത് കൂടെ ഉണ്ടായിരിക്കണം. വുളൂ മുറിക്കുന്നു, ഇപ്പോൾ വുളൂ എടുക്കേണ്ടതില്ല എന്ന് കരുതാൻ, നിയത്താക്കാൻ പാടുള്ളതല്ല. 6ാമത്തേത് വൻഖിതാഉ മൂജിബിൻ. വുളൂ നിർബന്ധമാക്കുന്ന എന്തെങ്കിലും അഥവാ അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് പരിപൂർണമായി മുറിയണം, അത് അവസാനിക്കണം. വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു. 7ാമത്തേത് വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു. വുളൂഇന് മുന്നേ ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് ശുചീകരണം നടത്തുക. 8 വതുഹൂരിയതു മാഇൻ വ ഇബാഹതുഹു. വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, അത് ഹലാലായിരിക്കണം. 9ാമത്തേത് വ ഇസാലതു മാ യംനഉ വുസൂലഹു ഇലൽ ബശറതി. വുളൂഇൻ്റെ വെള്ളം പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്ന വല്ലതും തൊലികളിൽ, വുളൂഇൻ്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. 10ാമത്തേത് വദുഖൂലുൽ വഖ്തി
അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർദിഹി. സ്ഥിരമായി അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫർദ് നിസ്കാരത്തിന് വേണ്ടി ആ സമയത്ത് വുളൂ ചെയ്യണം. സമയമാവണം അയാൾക്ക്. അതിനു മുന്നേ വുളൂ ചെയ്താൽ അയാളുടെ വുളൂ ശരിയാവുകയില്ല. ഈ 10 ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കും. പറഞ്ഞതിൻ്റെ ചുരുക്കം, വുളൂഇൻ്റെ ഷർത്തുകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 10 10 അൽ ഇസ്ലാം വൽ അഖ്ലു വത്തമീസു. അത് വിശദീകരിക്കേണ്ടതില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ആ കാര്യങ്ങൾ. 4ാമത്തെ വുളൂഇൻ്റെ ഷർത്ത് വന്നിയ്യത്തു, നിയ്യത്ത് എന്നതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു, മനസ്സിൽ കരുതലാണ്, ഉദ്ദേശിക്കലാണ്. അഥവാ വുളൂ ചെയ്യുന്നു, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്നു എന്ന് മനസ്സിൽ കരുതുക. അതാണ് വുളൂഇന് നിയ്യത്ത് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം. ഒരാൾ നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുക്കുകയാണ്. അയാൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ മഗ്രിബിന് വുളൂ എടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നു എന്ന് പറയേണ്ടതില്ല. ഒരാൾ വുളൂ എടുക്കാൻ വന്നാൽ, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ, അതല്ലെങ്കിൽ നിസ്കാരത്തിന് പുറപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ എടുക്കുകയാണ്, അതുതന്നെയാണ് അയാളുടെ നിയ്യത്ത്. അത് നിയ്യത്താണ്. അതിനപ്പുറത്തേക്ക് നിയ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസം അനുഭവിക്കേണ്ടതില്ല. കാരണം നിയ്യത്ത് മനസ്സിലാണ് ഉണ്ടാവുക. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നിയ്യത്തിൻ്റെ സ്ഥാനം ഖൽബാണ്, ഹൃദയമാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയാണ് വുളൂ എടുക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയാൽ അയാൾക്കത് മതി. അതല്ലെങ്കിൽ ഒരാൾ മനസ്സിൽ കരുതുകയാണ് അള്ളാഹു വുളൂ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ് ഒരാൾ വുളൂ എടുത്തത്. എന്നിട്ട് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അയാൾ നിസ്കരിക്കുകയും ചെയ്തു. നിസ്കാരം ശരിയാവോ? വുളൂ ശരിയാവോ? വുളൂ ശരിയാവും. കാരണം വുളൂഇന് അശുദ്ധിയെ ഉയർത്തുന്നു, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുന്നു എന്ന കരുതൽ മാത്രമേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നിയ്യത്ത് സഹോദരങ്ങളെ മനസ്സിലാണ് ഉണ്ടായിരിക്കുക. ഒരാൾ മഗ്രിബിന് വേണ്ടി വുളൂ എടുത്തു. ആ വുളൂ കൊണ്ട് അയാൾക്ക് ഇശാ നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റും, പാടുണ്ട്. അയാൾക്ക് അനുവദനീയമാണ്. പ്രത്യേകം ഒരു നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുക്കണം എന്നത് ആവശ്യമില്ല. ഇനി ഒരാൾ ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുത്തു. ഫർളിന് ശേഷം സ്വാഭാവികമായി സുന്നത്ത് വന്നു. വുളൂ മാറ്റേണ്ടതുണ്ടോ? ഇല്ല. ഫർളും സുന്നത്തും ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരവും ഇങ്ങനെ വുളൂ കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര എളുപ്പത്തിലാണ് കാര്യങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഇത് പലപ്പോഴും ആളുകൾ ഇതിനെ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പല ആളുകളും വുളൂഇൻ്റെ സമയത്ത് നിന്നുകൊണ്ട് നിയ്യത്ത് ചൊല്ലി പറയുന്നതായി കാണാം. ഏത് ഇബാദത്തിലായാലും നിയ്യത്ത് ചൊല്ലി പറയാൻ പാടുള്ളതല്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഹജ്ജും ഉംറയും ലബ്ബൈക ഉംറതൻ വഹജ്ജൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അത് നിയ്യത്താണോ? അത് നിയ്യത്താവുമോ? അതൊരിക്കലും നിയ്യത്തല്ല. നവൈതു ഉംറതൻ വഹജ്ജൻ എന്നല്ലല്ലോ പറഞ്ഞത്. ലബ്ബൈക ഉംറതൻ വഹജ്ജൻ അത് നിയ്യത്തല്ല, മറിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇഹ്റാം ചെയ്യുന്ന സന്ദർഭത്തിൽ ഹജ്ജിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ ഉംറക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എന്നിങ്ങനെയുള്ള വാചകമാണ് അത്. അതൊരിക്കലും നിയ്യത്തല്ല. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നത് ബിദ്അത്താണ്, പുത്തനാചാരമാണ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5ാമത്തെ ഷർത്ത് വസ്തിസ്ഹാബു ഹുക്മിഹ ബിഅൻ ലാ യൻവിയ
ഖത്അഹാ ഹത്താ തതിമ്മ തഹാറതുഹു. വുളു എടുക്കാൻ ഒരാൾ നിയത്ത് ചെയ്ത് കരുതി വുളു എടുക്കുകയാണ്. വുളുവിന്റെ അവസാനം വരെ ആ നിയത്ത് മനസ്സിലുണ്ടായിരിക്കണം. ഒരാൾ വുളു എടുക്കാൻ ആരംഭിച്ചു, അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഇപ്പോഴെന്തിനാണ് ഇനിയിപ്പോൾ വുളു എടുക്കുന്നത്. അയാൾ മനസ്സിൽ കരുതുകയാണ് ഇപ്പോൾ വുളു എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരാൾ കരുതി എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ പിന്നീട് വുളു എടുക്കാം എന്നൊരാൾ മനസ്സിൽ കരുതി എന്ന് വിചാരിക്കുക. അതോടുകൂടി അയാളുടെ നിയത്ത് മുറിഞ്ഞു. അയാൾ എന്തു വേണം? വീണ്ടും നിയത്ത് പുതുക്കി വുളു എടുക്കണം. നിയത്തിന്റെ ഹുക്കും അത് കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. പറഞ്ഞു മനസ്സിലായോ? നിയത്ത് ചെയ്താൽ വുളു എടുക്കാൻ മനസ്സിൽ കരുതിയാൽ വുളു അവസാനിക്കുന്നത് വരെ വുളു മുറിക്കുന്നു, ഇപ്പോൾ വുളു എടുക്കേണ്ടതില്ല എന്ന ഒരു കരുതൽ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചുരുക്കം. ആറാമത്തെ വുളുവിന്റെ ഷർത്ത് വൻഖിതാഉ മൂജിബിൻ. വൻഖിതാഉ മൂജിബിൻ എന്ന് പറഞ്ഞാൽ ഇൻഖിതാ എന്ന് പറഞ്ഞാൽ മുറിയുക, മൂജിബിൻ എന്ന് പറഞ്ഞാൽ അശുദ്ധി ഉണ്ടാക്കുന്ന കാര്യം. ഒരാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾ അത് പൂർത്തീകരിക്കണം. പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ വുളു എടുക്കാൻ ആരംഭിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒരാൾ വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കീഴ്വായു പുറപ്പെടുകയാണ് എന്ന് വിചാരിക്കുക. അത് പരിപൂർണമായി അവസാനിച്ചതിന് ശേഷം മാത്രമേ വുളു എടുക്കാൻ ആരംഭിക്കാൻ പാടുള്ളൂ. ഇത് വുളുവിന്റെ ഷർത്താണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിൽ വുളു എടുക്കുക എന്നത് വുളു ശരിയാവുകയില്ല. ഇതിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ പല രൂപത്തിലാണ്. വുളു നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ മുറിയണം, നിൽക്കണം, അതിനുശേഷമേ വുളു ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അവിടെ നമ്മൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഈ വിഷയത്തിൽ പല തട്ടുകളിലാണ്. ഒരു വിഭാഗം ആളുകൾ ഈ പറഞ്ഞ കാര്യം തീരെ ഗൗനിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. അവർ ചിലപ്പോൾ മൂത്രമൊഴിക്കും, അത് പരിപൂർണമാകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? അടുത്ത പണിയെടുക്കും, വുളു എടുക്കാൻ ആരംഭിക്കും. അത് ചെയ്യരുത്. കാരണം ഇത് മുഴുവനും പുറത്തേക്ക് പോയി തീർന്നു, അവസാനിച്ചു എന്ന് ഉറപ്പിക്കണം. അതല്ലെങ്കിൽ എന്താകും? ശരീരത്തിൽ ഒരുപക്ഷെ ഈ നജിസ് ആവും. പിന്നെ അതുമായി വുളു ചെയ്താൽ, നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയാവുകയില്ല. രണ്ടാമത്തെ വിഭാഗം മൂത്രമൊഴിച്ചു കഴിഞ്ഞു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹദസ്, അശുദ്ധി, അത് പൂർത്തിയായി എന്ന് വിചാരിക്കുക. എന്നാലും വസ്വാസിന്റെ ഭാഗമായി അവിടെ തന്നെ ഇരിക്കും. കുറേ നേരം ഇരുന്നോക്കും, ഇനിയും പോവാനുണ്ടോ, ഇനിയും മുറിയാനുണ്ടോ, ഇനിയും നിൽക്കാനുണ്ടോ എന്ന് വിചാരിച്ച് ഒരുപാട് സമയം അതിനു വേണ്ടി കാത്തിരിക്കും. അത് സഹോദരങ്ങളെ വസ്വാസിന്റെ അടയാളമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് വർദ്ധിച്ച് അവസാനം ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗമാണ് ശരിയായ നിലപാടിലുള്ളവർ. ആദ്യം പറഞ്ഞ തീരെ ശ്രദ്ധയില്ലാത്ത വിഭാഗത്തിലുമല്ല, ഒരുപാട് സമയം അതിനുവേണ്ടി ടോയ്ലറ്റിൽ കുത്തിയിരിക്കുന്ന ആളുകളുമല്ല. മറിച്ച് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ച് എന്നിട്ട് അതിനുശേഷം വുളു എടുക്കാൻ ആരംഭിക്കും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം സഹോദരങ്ങളെ, ഇതുപോലെയുള്ള അശുദ്ധി, പ്രത്യേകിച്ച് മൂത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. തനസ്സഹു മിനൽ ബൗൽ, നിങ്ങൾ മൂത്രത്തിൽ നിന്നും ശരിയായ രൂപത്തിൽ ശുദ്ധിയാവുക. നിങ്ങൾ മൂത്രത്തിന്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ശുദ്ധിയാവുക. ഫഇന്ന ആമത അദാബിൽ ഖബ്രി മിൻഹു, തീർച്ചയായും ഒരുപാട് ആളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഈ കാര്യത്തിന്റെ പേരിലാണ്. ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണത്താലാണ് അധികം ആളുകളും ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമ്മൾ പലതവണ കേട്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനരികിലൂടെ കടന്നുപോയപ്പോൾ
അവിടുന്ന് പറഞ്ഞ സംഭവം, ഇന്നഹുമാ ലയുഅദ്ദബാൻ, രണ്ട് ഖബറിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമാ യുഅദ്ദബാനി ഫീ കബീർ, അവർ വലിയ വിഷയത്തിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്, അഥവാ ജനങ്ങൾ വലിയ പാപമായി വൻപാപമായി കാണാത്ത വിഷയത്തിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ആളാരാണ്? അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ ശുദ്ധീകരിക്കാറില്ല, ശരിയായ രൂപത്തിൽ വൃത്തിയാക്കാറില്ല. രണ്ടാമത്തെയാൾ നമീമത്തുമായി ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ഇവിടുന്ന് കേട്ടത് അവിടെയും അവിടുന്ന് കേട്ടത് ഇവിടെയും പറഞ്ഞ് ഫസാദ് ഉണ്ടാക്കുന്ന ആളുമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ്. ഒന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻഖിതാഉ മൂജിബിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. തീരെ അലംഭാവം കാണിക്കരുത്, അതുപോലെ വസ്വാസിന്റെ പരിധിയിലും എത്തരുത്. മറിച്ച് മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയാവുക. ഏഴാമത്തെ കാര്യം, വുദൂഇന്റെ ഷർത്തിൽ ഏഴാമത്തേത് വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു, വുദൂഇന് മുന്നേ ഇസ്തിൻജാ ചെയ്യുക, അതല്ലെങ്കിൽ ഇസ്തിജ്മാർ ചെയ്യുക. അൽ ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ ഇസാലത്തുൻ നജാസതി ബിൽമാ, വെള്ളം കൊണ്ട് നജസ് നീക്കുന്നതിനെയാണ് ഇസ്തിൻജാ എന്ന് പറയുക. അഥവാ മലമൂത്ര വിസർജനം നടത്തിയാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക, കഴുകുക, വൃത്തിയാക്കുക, അതിനാണ് അൽ ഇസ്തിൻജാ എന്ന് പറയുക. അൽ ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങൾ വൃത്തിയാക്കുക. ഇത് വുദൂഇന് മുന്നേ ചെയ്തിരിക്കണം. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വുദൂഇന്റെ മുന്നേ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഒരാൾ മൂത്രമൊഴിച്ചു, എന്നിട്ട് ശുദ്ധീകരിക്കുന്നതിന് മുന്നേ, ശുചീകരണം ചെയ്യുന്നതിന് മുന്നേ വുദു എടുത്തു, അതിനുശേഷം ശുചീകരണം ചെയ്തു. അതിന് പ്രശ്നമുണ്ടോ, അത് ജായിസാണോ എന്ന ചർച്ചകളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ രീതി, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ശുചീകരിച്ചതിൻ്റെ ശേഷം വുദു എടുക്കുക എന്നതാണ്. അൽ ഇസ്തിൻജ വെള്ളം കൊണ്ട് കഴുകൽ, അൽ ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് വൃത്തിയാക്കൽ. നമുക്കറിയാം, കല്ലുകളാണെങ്കിൽ 3 കല്ലുകൾ ഉപയോഗിക്കണം. 3 കല്ലുകൾ 3 തവണ, അതിൽ കുറയാൻ പാടില്ല. ഇനി ഒരാൾക്ക് അധികരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വിത്തറായിക്കൊണ്ട്, ഒറ്റയായിക്കൊണ്ട് അധികരിപ്പിക്കുക. 5 അതല്ലെങ്കിൽ 7 അങ്ങനെ. അത് സാന്ദർഭികമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. വെള്ളം കൊണ്ടും കല്ലുകൾ കൊണ്ടും ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് ശുചീകരണം ചെയ്യരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, വനഹാ അനിർ റൗസി വൽ ഇദാം, മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടോ എല്ലുകൾ കൊണ്ടോ ശുചീകരണം ചെയ്യാൻ പാടുള്ളതല്ല. ഇത് രണ്ടും ശുചീകരണത്തിന് പാടില്ല. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എന്ന് നമ്മൾ പറഞ്ഞു, അതല്ലാത്ത അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതപ്പെട്ട പേപ്പറുകൾ, പേജുകൾ, അതൊന്നും ഇതിന് ഉപയോഗിക്കരുത്. ഏതായിരുന്നാലും മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലം ഒന്നല്ലെങ്കിൽ ഇസ്തിൻജാ ചെയ്യണം, അതല്ലെങ്കിൽ ഇസ്തിജ്മാർ ചെയ്യണം. ഷെയ്ഖ് റഹിമഹുല്ലാ വുദൂഇന്റെ മുന്നേ ഇത് ചെയ്യണം എന്നത് ഷർത്തായിക്കൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഒരാൾക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും അയാൾ പോയി ശുചീകരണം ചെയ്യണോ? വേണോ? വേണ്ടതില്ല. ഒരാൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം ശുചീകരണം ചെയ്യണം എന്നേ പറഞ്ഞുള്ളൂ. ഒരാവശ്യവുമില്ലാതെ വെറുതെ പോയി ശുദ്ധിയാക്കി ശുചീകരണം ചെയ്ത് തിരിച്ചു മടങ്ങുക എന്നതല്ല
ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി ഒരാൾക്ക് മലമൂത്ര വിസർജനമല്ലാത്ത കീഴ്വായു പുറപ്പെട്ടു, അയാൾ വെള്ളം കൊണ്ടോ കല്ലുകൾ കൊണ്ടോ വുളൂവിന് മുന്നേ ശുചീകരണം ചെയ്യണോ? വേണ്ടതില്ല. ഇത് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട മസ്അലകളായി നമ്മൾ ഓർമ്മിച്ചു വെക്കുക. എട്ടാമത്തെ ഷർത്ത് വതുഹൂരിയതു മാഇൻ വഇബാഹതുഹു, വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, വെള്ളം ഹലാലുമായിരിക്കണം. വെള്ളം ശുദ്ധി ഉണ്ടായിരിക്കണം, അതുപോലെ ഹലാലായിരിക്കണം. ഒരാൾ മോഷ്ടിച്ചെടുത്ത, പിടിച്ചുപറിച്ച, ഒരാളുടെ സമ്മതമില്ലാത്ത അയാളുടെ വീട്ടിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിലോ വേറൊരാളുടെ അധികാരത്തിലുള്ള വെള്ളം കൊണ്ട് വുളൂ ചെയ്തു. വുളൂ ശരിയാവുമോ? വുളൂ ശരിയാവോ? വുളൂ ശരിയാവും. വുളൂ ശരിയാകും. ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ വുളൂഇന്റെ ഷർത്തായിക്കൊണ്ടാണ് അത് ഹലാലായിരിക്കണം, അനുവദിക്കപ്പെട്ട വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം വുളൂ ശരിയാകും, എന്നാൽ മോഷ്ടിച്ചെടുത്തതിന്, മറ്റൊരാളുടെ സമ്മതമില്ലാതെ എടുത്തതിന് അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും, അയാൾക്ക് ശിക്ഷയും ഉണ്ടാകും. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മെ ബാധിക്കാതിരിക്കാൻ ഷെയ്ഖിന്റെ അഭിപ്രായ പ്രകാരം അത് ഷർത്താണ്. ഒരാൾ ഇതുപോലെ സമ്മതമില്ലാതെ മോഷ്ടിച്ച് പിടിച്ചു പറിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ചാൽ വുളൂ ശരിയാവുകയില്ല എന്നതിലേക്കാണ് ഷെയ്ഖിന്റെ സൂചനയുള്ളത്. കാരണം അത് ചർച്ചയുണ്ട്, അഭിപ്രായമുണ്ട്. വുളൂ ശരിയാകും, പക്ഷെ അതിന് ശിക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. വെള്ളം അതിൻ്റെ അക്സാമുകൾ നമ്മൾ ചെറിയ പ്രായത്തിലെ പഠിച്ചിട്ടുണ്ട്. വെള്ളം എത്ര രൂപത്തിലുണ്ട്? പണ്ഡിതന്മാർ പറഞ്ഞു അടിസ്ഥാനപരമായി 2 രൂപത്തിലാണ് ഉള്ളത്. ഒന്ന് ശുദ്ധിയുള്ള വെള്ളം, നിരുപാധികം ശുദ്ധിയുള്ള വെള്ളം. രണ്ടാമത്തത് ഏതായിരിക്കും? നജിസ് കലർന്ന വെള്ളം. ഇങ്ങനെ വെള്ളം 2 രൂപത്തിലാണ് ഉള്ളത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ വെള്ളം എത്ര രൂപത്തിലുണ്ട് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒന്നാമത്തേത് മാഉൻ തഹൂർ, നമ്മളിപ്പോൾ പറഞ്ഞ ശുദ്ധിയുള്ള വെള്ളം, അഥവാ അതിൻ്റെ അള്ളാഹു എങ്ങനെയാണോ അതിനെ ഇറക്കിയത് അതിൻ്റെ അസുൽ ബാക്കിയുള്ള രൂപത്തിലുള്ള വെള്ളം. മഴവെള്ളം, കിണറ്റിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇങ്ങനെയുള്ള ശുദ്ധിയായ വെള്ളം. അതുകൊണ്ട് വുളൂ ചെയ്യൽ അനുവദനീയമാണ്, ശുദ്ധിയുള്ള വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം മാഉൻ തഗയ്യറ ലൗനുഹു ഔ തഅമുഹു ഔ റീഹുഹു ബിതാഹിരിൻ ലം യുഖ്രിജുഹു അനിൽ ഇസ്മിൽ മുത്ലഖ്. രണ്ടാമത്തെ ഇനം വെള്ളം താഹിറായ, ശുദ്ധിയുള്ള, നജിസല്ലാത്ത എന്തെങ്കിലും അതിൽ കലർന്നുകൊണ്ട് അതിൻ്റെ നിറമോ രുചിയോ മണമോ മാറ്റം വന്ന വെള്ളം. എന്നാൽ വെള്ളമെന്ന പേരിൽ നിന്ന് അതിന് മാറ്റം വന്നിട്ടുമില്ല. അതിന് മാറ്റം വന്നിട്ടുമില്ല. ഉദാഹരണത്തിന് ഒരു ഹൗദിലെ വെള്ളം എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം എന്ന് വിചാരിക്കുക. അതിൽ ഇലകളും മരത്തിൻ്റെ കൊമ്പുകളും ഇതൊക്കെ വീണു. എന്നിട്ട് വെള്ളത്തിൻ്റെ കളറ് മാറി, നിറം മാറി, വെള്ളത്തിൻ്റെ നിറം മാറി, അതിന് ഒരു ജാതി പച്ച മണവുമുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ നോക്കിയാൽ എന്താണ്? വെള്ളമാണ്. അതുകൊണ്ട് വുദൂ ചെയ്യാം, അതും ശുദ്ധിയുള്ള വെള്ളം തന്നെയാണ്. മൂന്നാമത്തെ വെള്ളത്തിൻ്റെ ഇനം ഒരു വെള്ളത്തിൽ താഹിറായ, ശുദ്ധിയുള്ള, നമുക്ക് അനുവദിക്കപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കലർന്നു എന്ന് വിചാരിക്കുക.
എന്നിട്ട് അതിൻ്റെ നിറവും രുചിയും മണവും ഒക്കെ മാറി. എന്നാൽ വെള്ളം എന്ന പേരിൽ നിന്നും അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പാത്രത്തിലെ വെള്ളം, അതിൽ ചായപ്പൊടി ഇട്ടു. എന്ത് സംഭവിക്കും? സ്വാഭാവികമായി അതിന് പിന്നെ വെള്ളം എന്ന് പറയുകയില്ല, അത് പിന്നെ ചായയിലേക്ക് മാറി. അതല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളത്തിൽ, വുളൂഇന് വെച്ച ഒരു വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കുക, അതിൻ്റെ പേര് തന്നെ എന്തായി? മാറി. പിന്നെ അതിന് വെള്ളം എന്ന് പറയോ? ഇല്ല. ചായപ്പൊടി ഇട്ടാൽ പിന്നെ ചായയായി, പാല് കലർന്നാൽ പാലും വെള്ളമായി. ഇതുപോലെ അതിൻ്റെ പേര് മാറി. വുളൂ എടുക്കാൻ പറ്റുമോ? വുളൂ എടുക്കാൻ പറ്റുമോ? വുളൂ എടുക്കാൻ പാടില്ല. വുളൂ എടുക്കൽ അനുവദനീയമല്ല. അത് ശുദ്ധിയുള്ളതാണ്, പക്ഷേ അതെന്തല്ല? വെള്ളം അല്ല. വെള്ളത്തിന്റെ പേരിൽ നിന്നും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നാലാമത്തെ ഇനം, ഒരു വെള്ളം, അതിൽ ചെറിയ എന്തെങ്കിലും നജസ് വീണു, എന്നാൽ അതിൻ്റെ നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല. വുളൂ എടുക്കാൻ പറ്റുമോ? വുളൂ എടുക്കാൻ പറ്റുമോ? വുളൂ എടുക്കാൻ പറ്റും. വുളൂ എടുക്കൽ അനുവദനീയമാണ്. കാരണം ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ശൈഉൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രകാരം തീർച്ചയായും വെള്ളം ശുദ്ധിയുള്ളതാണ്, അതിനെ ഒരു കാര്യവും നജിസാക്കുകയില്ല. ചെറിയ നജിസ് കലർന്നാൽ നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല, ആ വെള്ളം അശുദ്ധിയാവുകയില്ല. അഞ്ചാമത്തെ വെള്ളത്തിൻ്റെ ഇനം, ഒരു വെള്ളത്തിൽ നജിസ് കലർന്നു, എന്നിട്ട് അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ മാറി. വുളൂ എടുക്കാൻ പറ്റുമോ? വുളൂ എടുക്കാൻ പാടില്ല. നിരുപാധികം അത് നജിസായി മാറി. ആ വെള്ളത്തിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ മാറി. അതിൽ ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് മാറ്റം സംഭവിച്ചു, ഏതെങ്കിലും ഒന്നിന് മാറ്റം സംഭവിച്ചു എന്ന് കരുതുക, അത് നജിസായിട്ടാണ് പിന്നീട് പരിഗണിക്കപ്പെടുക. അത്തരം വെള്ളം കൊണ്ട് വുളൂ എടുക്കൽ അനുവദനീയമല്ല. അവസാനം സൂചിപ്പിച്ച രണ്ടെണ്ണം നജിസ് കലർന്ന വെള്ളമാണ്. ഒന്ന് ചുരുങ്ങിയ അളവിൽ നിറമോ രുചിയോ മണമോ ഒന്നും മാറിയിട്ടില്ല, എങ്കിൽ അത് വുളൂ എടുക്കൽ ജായിസാണ്. അഞ്ചാമത് പറഞ്ഞത് നിറവും മണവും രുചിയും, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് മാറി നജിസ് കലർന്നപ്പോൾ, എങ്കിൽ വുളൂ എടുക്കാൻ പാടില്ല. ഇങ്ങനെ 5ഓളം ഇനങ്ങൾ വെള്ളത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 4 എന്നാണ് പറഞ്ഞത്. അത് ഒന്ന് നജിസിനെ രണ്ടാക്കി തരംതിരിച്ചുകൊണ്ടാണ്. നജിസ് മുത്തലഖായി പറയാതെ ചെറിയ അളവ് കൂടി അവിടെ പരിഗണനയിൽ വന്നു. ഇത് സുബ്ഹാനല്ലാഹ്, ഫിഖഹിന്റെ അബുവാബുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ ദീനിലെ എളുപ്പം മാത്രമല്ല, ഏത് വിഷയവും ഉലമാക്കൾ ഹദീസിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തതായി കാണാം. ഒരിക്കലും നമുക്ക് ഇരുട്ടിൽ തപ്പേണ്ട ഒരവസ്ഥ ഇല്ല. മറിച്ച് ഇത്തരം വിഷയങ്ങളിലെല്ലാം ശരിയായ നിലപാടെടുക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പം തന്നിട്ടുണ്ട്. 9ാമത്തെ വുദൂഇന്റെ ഷർത്ത് വഇസാലതു മാ യംനഉ വുസൂലൽ മാഇ ഇലൽ ബശറ, വെള്ളം തൊലിയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തൊലിയിലുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. ഉദാഹരണത്തിന് എന്തെങ്കിലും മഷി, അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന നൈൽ പോളിഷ് ഉണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ കയ്യിൽ വരക്കുന്ന, എഴുതുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും വുദൂഇന്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് വെള്ളം കടക്കാൻ തടസ്സമാവുമെങ്കിൽ അത് നീക്കം ചെയ്യണം. അതോടുകൂടി വുദൂ ചെയ്താൽ വുദൂ ശരിയാവുകയില്ല. അത് വുദൂഇന്റെ ഷർത്താണ്. അപ്പോൾ അത് സ്ത്രീകൾ ശ്രദ്ധിക്കണം. അതുപോലെ ഓയിലും അതുപോലെയുള്ള
കടുപ്പമുള്ള കട്ടിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. ശരിയായ രൂപത്തിൽ തൊലിയിൽ നിന്നും അത് നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. അശ്രദ്ധമായി തൊലിയിൽ പറ്റിപ്പിടിച്ചാൽ അത് നമ്മുടെ വുദൂഇനെ ബാധിക്കും എന്നത് മനസ്സിലാക്കുക. 10ാമത്തെ വുദൂഇന്റെ ഷർത്ത് വദുഖൂലുൽ വഖ്തി അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർദിഹി. ഫർള് നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ സ്ഥിരമായി അശുദ്ധി ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർള് നിസ്കാരത്തിന് വേണ്ടി സമയമായി കഴിഞ്ഞാൽ മാത്രമേ അവർ വുദൂ ചെയ്യാൻ പാടുള്ളൂ. 10ാമത്തെ ഈ ഷർത്ത് എന്നത് സ്ഥിരമായി നിരന്തരം അശുദ്ധിയുള്ള ആളുകളെ ബാധിക്കുന്ന ഷർത്താണ്. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഇസ്തിഹാദത്തിന്റെ രക്തം പുറപ്പെടും. സ്ഥിരമായി ഹൈലല്ലാത്ത ആർത്തവ രക്തമല്ലാത്ത രക്തം, ഇസ്തിഹാദത്തിന്റെ രക്തം, അത്തരം ആളുകൾ സമയമായി കഴിഞ്ഞാൽ വുദൂ ചെയ്താൽ മതി. അതുപോലെ തന്നെ സലിസുൽ ബൗൽ, അതുപോലെ മൂത്രവാർച്ചയുള്ള ആൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കാൻ മൂത്രം ഇറ്റിപ്പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ കീഴ്വായു നിരന്തരമായി പുറത്തു പോകുന്ന അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾ. സഹോദരങ്ങളെ, ഫർള് നിസ്കാരത്തിനു വേണ്ടി സമയം ആയിക്കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ആളുകൾ വുദൂ ചെയ്യണം. അത് ഫർള് നിസ്കാരത്തിന് മാത്രം ബാധകമായ ഒരു ഷർത്താണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാലൊരു വഴിയിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവുക, ഇസ്തിഹാദത്ത്, അതുപോലെ മൂത്രം, മലമൂത്ര വിസർജനം സംഭവിക്കുക, അതുപോലെ തന്നെ കീഴ്വായു പുറപ്പെടുക, ഇതെല്ലാം വുദൂഇനെ മുറിച്ചു കളയുന്ന കാര്യമാണ്. അത് നിരന്തരമായി തങ്ങളുടെ അധീനതയിലില്ലാതെ അവരുദ്ദേശിക്കാത്ത സമയത്ത് പുറത്തേക്ക് പോവുക എന്നത് അത് ഒരു തരം രോഗമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തുറവിയും ആശ്വാസവും ശിഫാവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കാരണം അതിൻ്റെ പ്രയാസം വളരെ വലുതാണ്. സ്വന്തം അധീനതയിലില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിരുപാധികം പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. അത്തരം ആളുകൾ ഫർളിന്റെ സമയത്ത് വുദൂ ചെയ്യണം. അതിൽ കീഴ്വായു പുറപ്പെട്ടാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ അതിന് കഴുകി വൃത്തിയാക്കേണ്ടതില്ല. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ ആ സമയത്ത് കഴുകി വൃത്തിയാക്കി ഇനി ഇറ്റിപ്പോകും എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പേപ്പറോ ടിഷ്യൂ പേപ്പറോ തുണിയോ പോലെയുള്ളത് വെച്ചുകൊണ്ട് വുദൂ ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കുക. ബാക്കി പിന്നെ ആലോചിക്കേണ്ടതില്ല, അതിനുശേഷമുള്ള കാര്യം ആലോചിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും. സൂറത്തു തഗാബുനിലെ 16ാമത്തെ ആയത്താണ് തെളിവായി പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിനെ സാധിക്കുന്ന രൂപത്തിൽ സൂക്ഷിക്കുക, പരമാവധി സൂക്ഷ്മത പുലർത്തുക എന്ന ബാബിലാണ് ഈ പറഞ്ഞ കാര്യം വരിക. അഥവാ സമയമായി നിസ്കാരത്തിന് ജമാഅത്ത് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ശുദ്ധിയായി എന്നിട്ട് വന്നിട്ട് നിസ്കരിക്കുക. പിന്നെ ബാക്കി ഇറ്റിയോ പോയോ വീണോ എന്നൊന്നും ആലോചിക്കേണ്ടതില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതും. അവിടെ മേൽപ്പറഞ്ഞ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് നിലത്തേക്ക് മസ്ജിദിൽ ഇറ്റിപ്പോവരുത്, വീണുപോവരുത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഒരാൾ ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ്, മൂത്രവാർച്ചയുള്ള ഒരാൾ ആണ് എന്ന് വിചാരിക്കുക. അയാൾ മൂത്രമൊഴിച്ചു, ശുദ്ധീകരിച്ചു, ശുചീകരണം ചെയ്തു, വുദൂ എടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും
ഇറ്റിയോ അതല്ലെങ്കിൽ ഇറ്റിയിട്ടുണ്ട് എന്ന് അയാൾക്ക് തോന്നും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കാമണിക്കൂർ കഴിഞ്ഞാൽ, അരമണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം അനുഭവം ഉള്ള ചില ആളുകളുണ്ട്. അവരുടെ വിധി എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, 2 അവസ്ഥകളാണ് അവർക്കുള്ളത്, അത്തരം ആളുകൾക്കുള്ളത്. ഒന്ന്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പുണ്ട്, സ്ഥിരമായി ഉള്ള കാര്യമാണ്. അയാൾ മൂത്രമൊഴിച്ചു, ശുചീകരണം ചെയ്തു, ശുദ്ധിയായി. എന്നാൽ ഒരു 5-10 മിനിറ്റ് അതല്ലെങ്കിൽ ഏതാനും സമയം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതാനും ചില സമയം കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറ്റും, മൂത്രം ഇറ്റും. ഇത് അയാൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, നിരന്തരം അങ്ങനെ സംഭവിക്കുന്നതാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന്റെ നിസ്കരിക്കുന്നതിന്റെ, ജമാഅത്ത് നിസ്കാരം തുടങ്ങുന്നതിന്റെ തൊട്ടു മുന്നേ എന്ത് ചെയ്യുക? ശുദ്ധീകരിച്ച് ശുചീകരണം ചെയ്ത് വുദു എടുത്ത് വേഗം നിസ്കരിക്കുക. പിന്നെ ബാക്കി അയാൾ ആലോചിക്കേണ്ടതില്ല. സമയം കുറെ പാഴാക്കാതെ വേഗത്തിൽ ശുചീകരണം ചെയ്യുക, അവിടെ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ വെക്കുക, എന്നിട്ട് വുദു എടുക്കുക. അത് പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് സമയമുണ്ട് എന്ന് വിചാരിക്കുക. അതിനോടനുബന്ധിച്ചിട്ട് സമയം ക്രമീകരിച്ചുകൊണ്ട് നിസ്കരിക്കുക. നിസ്കാരം ഒരു 10 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. അതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇയാളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് അയാൾ വേഗത്തിൽ ശുചീകരണം ചെയ്തുകൊണ്ട് വുദു ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. ബാക്കി പിന്നെ അയാളുടെ കയ്യിലല്ല, ബാക്കി അയാൾ ശ്രദ്ധിക്കേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത്ര സമയത്ത് കൃത്യസമയത്ത് ഇറ്റും പുറത്തേക്ക് പോകും എന്നത് യാതൊരു ഉറപ്പുമില്ല. എപ്പോഴാണിത് പോവുക എന്ന് അയാൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ നിസ്കാരത്തിന്റെ സമയത്ത് വുദു എടുക്കുക, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ശുചീകരണം ചെയ്യുക, വുദു എടുക്കുക, നിസ്കരിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതിനപ്പുറത്തേക്ക് അയാൾ ആലോചിക്കേണ്ടതില്ല. പറഞ്ഞ മനസ്സിലായോ? 2 അവസ്ഥകളാണ്. ഒന്ന്, കൃത്യമായി സമയം അറിയാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഒരു അനുഭവം, മൂത്രം ഇറ്റിയോ എന്നുള്ള ഒരു അനുഭവം, അതല്ലെങ്കിൽ ഒരു കാമണിക്കൂർ. അങ്ങനെയുള്ള ആളുകൾ എന്ത് വേണം? ജമാഅത്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ വേഗത്തിൽ ശുചീകരണം ചെയ്യുക, വുദു ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കുക, നിസ്കാരം നിർവഹിച്ച് പൂർത്തീകരിക്കുക. രണ്ടാമത്തത് അറിയാത്ത ആളുകളാണ്, ഒരു ഉറപ്പില്ല എപ്പോഴാണ് ഇത് വരിക എന്നുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് പറഞ്ഞ ഷർത്ത് പാലിക്കുക. ഫർദിന്റെ സമയമായി കഴിഞ്ഞാൽ ശുചീകരണം ചെയ്യുക, വുദു എടുക്കുക, നിസ്കരിക്കുക. ബാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് വസ്വാസിലായി എൻ്റെ നിസ്കാരം ശരിയാകുമോ വുദു ശരിയാകുമോ എന്നാലോചിച്ച് സമയം കളയേണ്ടതില്ല. അത്തരം വസ്വാസുമായി നിസ്കാരം പാഴാക്കേണ്ടതില്ല. ഇതാണ് സഹോദരങ്ങളെ വുദുവിന്റെ 10 ഷർത്തുകൾ. അനേകം മസ്അലകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നമുക്കെല്ലാവർക്കും പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നത് നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.